വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ നമ്മുടെ സുരേഷ് ഗോപിയുടെ വിജയവുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കാനുള്ള സാഹചര്യം എന്താണ്? നമ്മൾ അതൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം, സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും തൃശ്ശൂരിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യമായി തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ ഞാൻ എടുക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഞാൻ അവിടെ അതുണ്ടാക്കാം ഇതുണ്ടാക്കാം, മെട്രോ ഉണ്ടാക്കാം, ലുലു മാള് കൊണ്ടുവരാം. പക്ഷെ ഒന്നും നടന്നില്ലെങ്കിലും ഈ സുരേഷ് ഗോപിക്ക് ഈ പ്രാവശ്യം തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കാനുണ്ടായ ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ LDF-നും പങ്കുണ്ടായിരുന്നു, UDF-നും അതേപോലെ തന്നെ പങ്കുണ്ടായിരുന്നു. 2 കൂട്ടരും കൂടിയാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം തൃശ്ശൂരിൽ ഒരുക്കി കൊടുത്തത്. സുരേഷ് ഗോപിക്കെതിരെ നമ്മുടെ മത്സരിച്ച സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഒരിക്കലും തൃശ്ശൂർ മണ്ഡലത്തിൽ യോജിച്ച ഒരു സ്ഥാനാർത്ഥിയേ ആയിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെയാണ് സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂർ മണ്ഡലത്തിൽ നിർത്തിയത്. അപ്പൊ പിന്നെ അവിടെ വിജയിക്കുമോ? ഇല്ല. സ്വാഭാവികമായും സുരേഷ് ഗോപി അവിടെ വിജയിക്കേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കരുണാകരന്റെ മകൻ മുരളീധരൻ അവിടെ വിജയിക്കില്ല. വടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു. ആ മുരളീധരനെ നേരെ കൊണ്ടുവന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മണ്ഡലമായ തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ സിറ്റിംഗ് MP ആയ TM പ്രതാപൻ എന്ന് പറയുന്ന ആ MP അവിടെ ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത്. അവിടെ ചുവരെഴുത്തുകളും പോസ്റ്റർ ഒട്ടിക്കലുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മുരളീധരന്റെ തൃശ്ശൂർ മണ്ഡലത്തിലേക്കുള്ള വരവ് വൈകിയാണെങ്കിലും അവിടെ കോൺഗ്രസിലെ തന്നെ ചില കക്ഷികൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും അവിടെ ഉടലെടുത്തു. UDF പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഉണ്ടാക്കിയിരുന്നു. കെ മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള രംഗപ്രവേശനം തന്നെ ഒട്ടും സന്തോഷകരമായ വാർത്തയല്ലായിരുന്നു എന്നത് മാത്രമല്ല, പ്രചാരണത്തിന്റെ കാര്യത്തിലും കെ മുരളീധരൻ വളരെ പിന്നിലായിരുന്നു. പ്രചാരണത്തിന്റെ ഒരു മുൻപന്തിയിലെത്താൻ കെ മുരളീധരന് ഒരിക്കലും തൃശ്ശൂരിൽ കഴിഞ്ഞിട്ടുമില്ലായിരുന്നു. അവിടെയാണ് അതിലൊരു അപകടം മണത്തത്. അവിടെ വളരെയധികം മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം. ഈ മുരളീധരൻ അവിടെ തോറ്റുപോകുമോ എന്ന് ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അവർ സംശയിച്ചു. അങ്ങനെ ഒരു ആശങ്ക അവിടെ നിലനിന്ന സ്ഥിതിക്ക് അവർ വിജയിച്ചു വരാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ. അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ഒരു ഭിന്നിപ്പ് അവിടെ ഉണ്ടായി. അങ്ങനെയുണ്ടായ ആ ഏറ്റവും വലിയൊരു ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ സഹായകമായത് ആർക്കാണ്? സുരേഷ് ഗോപിക്കായിരുന്നു അത് സഹായകരമായത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മുസ്ലിം വോട്ട് അനുകൂലമായി നിന്നത് കോൺഗ്രസിന് തന്നെയായിരുന്നു, UDF-ന് അനുകൂലമായിട്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിലുണ്ടായ ഈ ആശയക്കുഴപ്പം ആരെ അവിടെ വിജയിക്കാൻ സഹായിച്ചു എന്ന് നമ്മൾ നോക്കണ്ടേ? അവിടെ ഇനി ജയിച്ചു വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ഒരു ആശയക്കുഴപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി. കോൺഗ്രസ് ആണോ അതോ LDF ആണോ അവിടെ ജയിക്കുന്നതെന്ന്. ഈ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഏകദേശം ഒരു 30% വരുന്ന വോട്ടാണ്. അതൊരു നിസ്സാരമായി നമുക്ക് കണക്കാക്കാനും പറ്റില്ല. അങ്ങനെ ആ വോട്ട് ബാങ്കിന് ഒരു പിളർപ്പുണ്ടായി. ആ പിളർപ്പ് സഹായിച്ചത് സുരേഷ് ഗോപിക്കായിരുന്നു. ആ അഡ്വാൻറ്റേജ് നേടിയത് സുരേഷ് ഗോപിയായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നു. അത് മാത്രമല്ല, ഇനിയും പറയാനുണ്ട്. കെ മുരളീധരൻ എന്ന് പറയുന്ന കെ കരുണാകരന്റെ മകൻ മുരളീധരന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു, ആശയക്കുഴപ്പമുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ടാണ് DIC ഉണ്ടാക്കിയ നേതാവാണ് കെ കരുണാകരൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ആ സ്ഥിതിക്ക് അച്ഛനോടൊപ്പം നിന്ന ആളാണ് മകനായ കെ മുരളീധരൻ. അങ്ങനെ വരുമ്പോൾ ജില്ലയിലെ കോൺഗ്രസിനും കോൺഗ്രസ് അനുഭാവികളായ ജനങ്ങൾക്കും കെ മുരളീധരനോട് വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ തൃശ്ശൂരിന് വേറൊരു ചരിത്രവും കൂടിയുണ്ട്, അതറിയാമോ? 1996 കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തനായ നേതാവായിരുന്ന കെ കരുണാകരനെ തോൽപ്പിച്ച മണ്ഡലമാണ് തൃശ്ശൂർ. അന്ന് 1480 വോട്ടുകൾക്കാണ് VV രാഘവൻ, CPIയുടെ VV രാഘവൻ എന്ന വ്യക്തി അവിടെ വിജയിച്ചു വന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പാടില്ല. അത് മാത്രമല്ല 2004 കെ മുരളീധരൻ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മന്ത്രിയായിരുന്നുകൊണ്ട് മത്സരിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ ഈ മുരളീധരൻ തോൽപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെയും പിന്നെ മറ്റൊരു രീതിയും കൂടെ ഉണ്ട്. കെ മുരളീധരന്റെ കുടുംബത്തോട് കോൺഗ്രസിനുണ്ടായ വിയോജിപ്പ്, കെ കരുണാകരനോടുണ്ടായ വിയോജിപ്പ് പോലെ തന്നെ കെ മുരളീധരനോടും ഒരു വിയോജിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതൊക്കെയാണ്. പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുരളീധരന്റെ സഹോദരി BJPയിലേക്ക് പോയതാണ്. 2024 ഏപ്രിൽ 26 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് കൃത്യം 1 മാസം മുമ്പാണ് കെ മുരളീധരന്റെ പെങ്ങൾ, സഹോദരി, അതായത് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട് നമുക്ക് ആലോചിച്ചെടുക്കാൻ. അങ്ങനെ വന്നപ്പോൾ കെ മുരളീധരനെതിരായിട്ട് അവിടെ മറ്റൊരു പ്രചരണം കൂടി ഉണ്ടായി. എന്താണത്? അതായത് ഇന്ന് പത്മജ BJPയിലേക്ക് പോകുന്നു, നാളെ കെ മുരളീധരനും BJPയിലേക്ക് പോകും എന്നുള്ള ഉറപ്പാണ്. BJPയിലേക്ക് പോകാനുള്ള വക്കത്താണ് കെ മുരളീധരൻ എന്നൊരു അഭ്യൂഹവും കൂടി അവിടെ ഉണ്ടായി. ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അവിടെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ മുസ്ലിം വോട്ട് ബാങ്ക് അവിടെ പിളർന്നത്. അങ്ങനെ ആ പിളർപ്പിന്റെ എല്ലാം വലിയൊരു ലാഭം കിട്ടിയത് സുരേഷ് ഗോപിക്കാണ്. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. UDFന് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവിടെ സംഭവിച്ച പിഴവാണ് ഒരു സാഹചര്യം. ഇനി രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നാൽ, അവിടെ വളരെ വലിയ മികച്ച ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ VS സുനിൽകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. വളരെ ജനകീയനായിട്ടുള്ള ഒരാളാണ്, അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. ഇതൊക്കെ വലിയ ഒരു സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഒരു മുതൽക്കൂട്ടാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് VS സുനിൽകുമാറിനെ പോലുള്ള ഒരു കഴുത്തനായ സ്ഥാനാർത്ഥിയെ LDF തൃശ്ശൂരിൽ മത്സരിക്കാനായി ഇറക്കുന്നത്. പക്ഷേ CPI അവിടെ ആഗ്രഹിച്ചിരുന്നത് മുൻ മന്ത്രി കൂടിയായ KP രാജേന്ദ്രനെ മത്സരിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്, CPI ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഈ LDFൽ വളരെ വലിയ സമ്മർദ്ദമുണ്ടായി. CPM തന്നെ CPIയിൽ സമ്മർദ്ദമുണ്ടാക്കി. അങ്ങനെയാണ് VS സുനിൽകുമാറിന്റെ പേര് സംസ്ഥാന കമ്മിറ്റി, CPIയുടെ സംസ്ഥാന കമ്മിറ്റി സ്ഥിരീകരിച്ചത്. അങ്ങനെ CPIയുടെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് തന്നെ അവിടെ രംഗപ്രവേശനം സംഭവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. തൃശ്ശൂരിൽ വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ UDFും LDFും തമ്മിൽ നടക്കുമോ എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. മത്സരം കെ മുരളീധരനും VS സുനിൽകുമാറും തമ്മിലാവുമ്പോൾ അവിടെ വലിയൊരു മത്സരം തന്നെ നടക്കും എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വോട്ട് വിഭാഗങ്ങളുടെ സ്വഭാവം UDFന്റെ ആയാലും LDFന്റെ ആയാലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം, ക്രിസ്ത്യൻ ന്യൂനപക്ഷം, അതുപോലെ അത്തരത്തിലുള്ള വോട്ട് ബാങ്കുകളാണ് UDFന് അനുകൂലമായി നിന്നത്. അതുതന്നെയാണ് LDFനും അനുകൂലമായി നിൽക്കുന്നത്. അങ്ങനെ ഒരേ സമയം 2 കരുത്തരായ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ വീണ്ടും ഈ വോട്ട് ബാങ്ക് പിളർന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ ആ വോട്ട് ബാങ്കും പിളർന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ്
മൂന്നാമത് സ്ഥാനാർത്ഥിക്കാണ് കിട്ടിയത്, സുരേഷ് ഗോപിക്ക്. അവിടെ ഒരു ത്രികോണ മത്സരമായിരുന്ന സ്ഥാനത്ത് സുരേഷ് ഗോപിക്കാണ് ഇതിന്റെ എല്ലാം അഡ്വാൻറ്റേജ് അവിടെ ലഭിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ എന്തിനാണ് ഇത്ര കരുത്തരായ എൽ ഡി എഫ് അവിടെ മത്സരിക്കാൻ ഇറങ്ങിയതെന്ന് എന്തിനാണെന്ന് നോക്കിയാൽ, അല്ല, ഇങ്ങനെ ഒരു ചോദ്യം അക്കാലത്ത് തന്നെ ഉയർന്നിരുന്നു. എന്തിനാണ് ഇവർ ഇങ്ങനെ ഇത്രയൊരു കടുത്ത മത്സരത്തിന് ഇറങ്ങിയതെന്ന്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു കടുത്ത മത്സരം യു ഡി എഫുമായി നടത്തിക്കൊണ്ട് മൂന്നാമതൊരാൾക്ക് വഴി മാറി കൊടുക്കാനാണോ, അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് വഴി ഒരുക്കാനാണോ ഇടതുപക്ഷം അവിടെ ശ്രമിച്ചത് എന്നുള്ള സംശയം പോലും ആ സമയത്ത് ആളുകൾ ഉന്നയിച്ചിരുന്നു. അത് രാഷ്ട്രീയ നിരീക്ഷകരാണ് അത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നത്. അല്ല, നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല. അവിടെ പൂരം കലക്കൽ പോലുള്ള ഒരു വിവാദവും ഉണ്ടായിരുന്നു. പൂരം കലക്കൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആ പൂരം കലക്കൽ അവിടെ നടന്ന സമയത്ത് സംസ്ഥാന മന്ത്രിസഭയും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം നിശ്ചലമായിരിക്കുമ്പോഴാണ് അവിടെ ആംബുലൻസിൽ വന്നിറങ്ങി സുരേഷ് ഗോപിയാണല്ലോ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത്. അതേക്കുറിച്ചുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴാണ് ഇടതുപക്ഷം അവിടെ കടുത്ത മത്സരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ അവിടെ മൂന്നാമതൊരാളിനെ വിജയിപ്പിക്കാനാണോ അവിടെ ഈ എൽ ഡി എഫ് ശ്രമിച്ചത് എന്നൊരു ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, ആ സമയത്ത് തൃശ്ശൂരിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ടായിരുന്നു. എന്താണത്? നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടതാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. അതൊരു വലിയ സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. വളരെ വലിയൊരു വിവാദമാണ് അവിടെ ഉണ്ടാക്കിയത്. ഏതാണ്ട് 100 കോടി രൂപയ്ക്ക് മുകളിൽ നടന്ന തട്ടിപ്പാണ് അവിടെ ഉണ്ടായത്. ചികിത്സിക്കാൻ പണം കിട്ടാതെ ആളുകൾ മരിച്ചു. നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ ആളുകൾ ആത്മഹത്യ ചെയ്തു. പലരുടെയും മക്കളുടെയും മറ്റും കല്യാണങ്ങളും പലരെയും ഓപ്പറേഷന് വെച്ചിരുന്ന പണങ്ങളും എല്ലാം മുടങ്ങി. ആ തരത്തിൽ പലരും അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ചികിത്സ കിട്ടാതെ ആളുകൾ മരിച്ചു. ആ മൃതശരീരവുമായി വന്ന് ബാങ്കിന്റെ മുൻപിൽ ആളുകൾ വന്ന് പ്രതിഷേധിച്ചതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി നടന്ന CBIയുടെയും മറ്റും അന്വേഷണങ്ങളൊക്കെ എങ്ങും എത്തിയില്ല. എന്തായി? EDയുടെ അന്വേഷണമൊക്കെ ഏതാണ്ട് ഉപേക്ഷിച്ച തരത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു നേതാവും കുറ്റക്കാരല്ല എന്നാണ് ED പറയുന്നത്. എന്തുകൊണ്ടാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഈ കേസുകളെല്ലാം ഒതുക്കപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ തൃശ്ശൂരിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു വലിയ മത്സരത്തിന് അവിടെ ഇടതുപക്ഷം ഇറങ്ങി പുറപ്പെട്ടത്. സത്യത്തിൽ LDFും UDFും മുഖാമുഖം നിന്നപ്പോൾ അവിടെ ആ വോട്ട് ബാങ്ക് ഭിന്നിപ്പിച്ചപ്പോൾ അതിന്റെ ലാഭവും കൊയ്തത് സുരേഷ് ഗോപിയാണ്. അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ഒരു ഏക ഗുണഭോക്താവാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കാൻഡിഡേറ്റ്. അങ്ങനെ അവിടെ ആ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടെ മനഃപൂർവ്വമായി നിർമ്മിക്കപ്പെട്ടതാണോ എന്നുള്ള ഒരു സംശയം വരെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സാഹചര്യങ്ങളൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് തൃശ്ശൂരിൽ വഴിവെച്ചത്. ഇനി വലിയൊരു രാഷ്ട്രീയ മാറ്റവും കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കേരളം കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വോട്ട് ബാങ്ക് ഷിഫ്റ്റിംഗ് BJPക്ക് അനുകൂലമായി കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ഈഴവ വോട്ട് ബാങ്കാണ്. അത് സംഭവിച്ചിരിക്കുന്നത് BDJSലൂടെയാണ്. തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകതയായി പറഞ്ഞാൽ വലിയൊരു ശതമാനം ഈഴവാസ് തൃശ്ശൂരിൽ വോട്ട് ബാങ്കായി ഉണ്ട്. ഇരിങ്ങാലക്കുട, പുതുക്കാട്, നാട്ടിക എന്നിവിടങ്ങളിലാണെങ്കിലും ഈഴവ വോട്ട് എന്ന് പറയുന്നത് വളരെ വലിയ ശക്തമായ വോട്ട് ബാങ്കാണ് അവിടെ. ആ വോട്ടുകളെല്ലാം തന്നെ ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ് ഒരു പരമമായ സത്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ BDJS ഒരു തിരഞ്ഞെടുപ്പിന്റെ വലിയൊരു റോൾ അവിടെ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് BDJS തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുത്തത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു ലാഭമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നൽകിയത്. അതുപോലെ തന്നെ BJPയും സുരേഷ് ഗോപിയും വലിയൊരു തരത്തിൽ തന്നെ
ക്രിസ്തീയ വിഭാഗത്തെ മാനേജ് ചെയ്തത് എന്ന് നമുക്കറിയാം. അങ്ങനെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെയും കൂടി മാനേജ് ചെയ്തപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുങ്ങി. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ആധികാരികമാണ്. അതിൽ ഈ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദമുണ്ടല്ലോ, വലിയൊരു വോട്ട് ബാങ്ക് നമ്മുടെ വോട്ടർ പട്ടികയിലേക്ക് ചേർത്തു എന്നുള്ളത്, അതും ഒരു നിസ്സാരമായ കാര്യമല്ല. വലിയൊരു മാൽ പ്രാക്ടീസ് തന്നെയാണത്. വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണത്. തെറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് പ്രോസിക്യൂഷൻ ചെയ്യേണ്ട തെറ്റ് തന്നെയാണ്. വോട്ടർ പട്ടികയിൽ അനധികൃതമായി ആളുകളെ ചേർത്തുണ്ടാക്കുന്ന വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അക്കാര്യത്തിൽ BJPയും കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതാണ്. സുരേഷ് ഗോപിയും അക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതാണ്. പക്ഷേ ഈ വോട്ടർ പട്ടികയിലൂടെ മാത്രമുണ്ടായ തിരിമറിയിലൂടെയാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചു വന്നതെന്ന് തെളിയിക്കാൻ UDFും LDFും തമ്മിൽ മത്സരിക്കുമ്പോൾ ഈ സുരേഷ് ഗോപിക്ക് അനുകൂലമായി സ്വയം അവർ ക്രിയേറ്റ് ചെയ്ത ഈ സാഹചര്യങ്ങളുണ്ടല്ലോ, ഞാൻ മുൻപ് പറഞ്ഞ സാഹചര്യങ്ങൾ, അത് അവസരപൂർവ്വം അവർ മറക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ വളരെ ആശങ്കയോടെ നോക്കിക്കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിലെ ലോക്സഭയിൽ സുരേഷ് ഗോപിക്കുണ്ടായ വിജയം എന്ന് പറയുന്നത്. ആ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വിജയിച്ചു വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം അവിടെ മനഃപൂർവ്വമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പലർക്കും തള്ളിക്കളയാനുള്ള ചാൻസ് ഇല്ല. അതൊരു സത്യം തന്നെയാണ്. മതേതര വിശ്വാസികൾ ഇപ്പോഴും കരുതുന്നത് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം LDFനുമുണ്ട്. അതുപോലെ ഒരു പരിധിയോളം തന്നെ UDFനും ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഉത്തരവാദിത്തത്തിന്റെ ഫലമാണ്, അതിന്റെ ഒരു ഗുണഭോക്താവാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ സാഹചര്യം ഇപ്പോൾ ഇവിടെ വന്ന് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായ തിരിമറിയെ നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ വ്യാജ വോട്ടുകൾ അവിടെ ചെയ്തത് കൊണ്ടാണ്, ഇങ്ങനെ കുറെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വോട്ടർമാർ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ചേർത്ത് അങ്ങനെ വോട്ട് ചെയ്തതായിട്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചതെന്നുള്ള കാര്യം ഈ വോട്ടർ പട്ടികയിലുണ്ടായ തിരിമറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോക്കൂ, ഇപ്പോൾ ഇങ്ങനെ കുറെ വ്യാജ വോട്ടുകൾ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെ കുറെ ഇരട്ട വോട്ടുകൾ ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത് എന്ന് വരുത്തി തീർക്കാൻ LDFും UDFും ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ അവർ ചെയ്തത്, അവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു നീക്കത്തെ, ഒരു സാഹചര്യത്തെ തള്ളിക്കളയാനുള്ളൊരു നീക്കമാണ് അവിടെ നടക്കുന്നത്. അത് ജനാധിപത്യ മതേതര വിശ്വാസികൾ അനുവദിച്ചു കൊടുക്കും എന്ന് കരുതേണ്ടതില്ല, ഒട്ടും കരുതേണ്ട. പക്ഷെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിവാദം വളരെ സുപ്രധാനമാണ്. ഇരട്ട വോട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നീതികേടാണ്. വോട്ടർ പട്ടികയിൽ വ്യാജ പേര് ചേർക്കുന്നത്, ഇരട്ട വോട്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും, അതുപോലെ യഥാർത്ഥ ജനഗതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, ജനങ്ങളെ ഒരു വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടാണ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു വോട്ടർ പട്ടിക അവിടെ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വോട്ടിംഗ് സംവിധാനം തന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് കേരളത്തിൽ. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അല്ല കേരളത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും വോട്ട് ചെയ്യുന്ന ആളെ കള്ളവോട്ടാണോ അല്ലാത്ത വോട്ടാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ വളരെ കൂടുതലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ആരാണ് ഈ വോട്ടർ പട്ടിക അന്തിമമായി തീരുമാനിക്കുന്നത്? അത് കേരളത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ, മറ്റു സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരല്ലല്ലോ. അങ്ങനെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്.
അവരൊക്കെ തന്നെയും കേന്ദ്ര തെരഞ്ഞെടുപ്പിനോ കമ്മീഷനോടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും അവരെല്ലാവരും കേരളത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ആ ഉദ്യോഗസ്ഥരിൽ CPM-ന്റെ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, കോൺഗ്രസിന്റെ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ. ഇവരൊക്കെയും പാർട്ടിക്ക് ലഭ്യ കൊടുക്കുന്ന ആളുകൾ തന്നെയല്ലേ? അവരെല്ലാം ഈ വോട്ടർ പട്ടികയിൽ എന്ത് പരിശോധനയാണ് അവിടെ നടത്തിയത്? ഭൂരിഭാഗവും ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുന്നത് റവന്യൂ വകുപ്പിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരാണ്. ആലോചിക്കണം, ആ റവന്യൂ വകുപ്പ് ആരുടെ കയ്യിലാണെന്ന്. കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയുടെ കയ്യിലല്ലേ ആ റവന്യൂ വകുപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത്? കേന്ദ്രത്തിലൂടെ ഒന്നും അല്ലല്ലോ. CPI-യുടെ മന്ത്രിയല്ലേ കെ രാജൻ എന്ന് പറയുന്ന വ്യക്തി. മാത്രമല്ല, ഈ രാജൻ ഏത് ജില്ലയിൽ നിന്ന് വരുന്ന മന്ത്രിയാണ്? തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയാണ് ഈ കെ രാജൻ എന്ന് പറയുന്നത്, റവന്യൂ വകുപ്പിന്റെ മന്ത്രി. എന്ന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയുടെ ചുമതല കൂടിയുള്ള ഒരു മന്ത്രിയാണ് കെ രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും പരിശോധിക്കപ്പെടാതെ ഈ കെ രാജൻ എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയധികം വോട്ടുകൾ മറ്റു ജില്ലകളിൽ നിന്ന് തൃശ്ശൂരിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ചേർക്കപ്പെടുമ്പോൾ, കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ കണ്ണും പൂട്ടി നിന്നതിനാണ് ഇവരെല്ലാം. ആ സമയത്ത് ഇവർക്കെല്ലാം എന്തുകൊണ്ടും ഇതൊക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, വളരെ നിസ്സാരമായി. പക്ഷെ ആ സമയത്ത് ഇവരെല്ലാവരും കണ്ണും പൂട്ടി നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടിതെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ട സമയത്ത് തന്നെ പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ജില്ലാ കളക്ടർ ആരായിരുന്നു? കൃഷ്ണ തേജയായിരുന്നു. ആ ജില്ലാ കളക്ടർ ആരോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? റവന്യൂ മിനിസ്റ്റർ എന്ന് പറയുന്ന കെ രാജനോടാണല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പൂരം കലക്കലിന്റെ സമയത്തും ഈ വോട്ടർ പട്ടിക തീരുമാനിക്കുന്ന സമയത്തും ഒക്കെ കൃഷ്ണതേജ തന്നെയായിരുന്നു അവിടുത്തെ ജില്ലാ കളക്ടർ. ഇപ്പോൾ തൃശ്ശൂരുണ്ടായിരുന്ന ആ ജില്ലാ കളക്ടർ തേജസ് എവിടെയാണെന്ന് അറിയാമോ? ആന്ധ്രാപ്രദേശിലെ BJP സഖ്യകക്ഷിയായി ഭരിക്കുന്ന സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന്റെ OSD ആയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. OSD എന്ന് പറഞ്ഞാൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ കൃഷ്ണതേജ എന്ന് പറയുന്ന ജില്ലാ കളക്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴിവിടെ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കണ്ടില്ല എന്ന് നടിച്ചതാണോ? സംശയമില്ലേ? അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഈ 10-20,000 വോട്ട് അല്ലെങ്കിൽ 75,000 വോട്ട് എന്ന് പറയുന്നത് അധികമായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വിജയമൊന്നുമല്ല. ആ വിജയത്തെ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വിജയിച്ചു വരാൻ അനുകൂലമായ ഒരു സാഹചര്യം LDF-ഉം UDF-ഉം രണ്ടുപേരും ചേർന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ കാര്യത്തിൽ UDF-ന്റെ റോള് വളരെ വലുതായിരുന്നു. LDF സർക്കാർ ഈ കാര്യം പരിശോധിക്കേണ്ടതുമാണ്. ഇനി നാളെ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടേക്കാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴുള്ള ഈ സാഹചര്യം തീർച്ചയായും ഒന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഇതിന്റെ എല്ലാം ഫലം എന്താണെന്ന് നമ്മളൊന്ന് നോക്കിയാൽ എന്തായാലും സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസ്ഥാനവും ഒന്നും പോകില്ല, അതുറപ്പാണ്. ഈ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയായി തൃശ്ശൂരിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് BJP-യുടെ രാഷ്ട്രീയ വിജയ സാധ്യതകളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് നെഗറ്റീവായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ LDF-ഉം UDF-ഉം ഈ വിഷയത്തിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രക്ഷോഭം നടത്തുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാനുള്ളൊരു തന്ത്രപ്പാടിലേക്ക് നീങ്ങുന്നത്. നിശ്ചയമായും ഈ ഒരു വിഷയം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് എതിരായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.